ട്രംപിന്റെ നിർബന്ധത്തിന് വഴങ്ങി സമാധാന കരാറിന് സമ്മതിച്ച 30 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ച യുക്രൈനുമായി ഒരു സന്ധിയുമില്ല എന്ന് റഷ്യ പ്രഖ്യാപിക്കുകയാണ്. അതിന് പുടിൻ പറയുന്ന കാരണം അമേരിക്കയുടെ പിൻവാങ്ങൽ ഉണ്ടാക്കിയ അനിശ്ചിതത്വം മൂലം യുക്രൈന് ആയുധങ്ങളൊന്നും കിട്ടാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് റഷ്യ യുക്രൈന് വലിയ മുന്നേറ്റം നടത്തുന്നു എന്നതാണ്. കുർസ്ക് എന്ന റഷ്യൻ പ്രവിശ്യ യുക്രൈൻ പിടിച്ചെടുത്തിരുന്നു. അത് തിരിച്ചു പിടിക്കാനുള്ള ദൗത്യം റഷ്യ ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. റഷ്യൻ സൈന്യം ഇപ്പോൾ കുർസ്കിൽ കടന്ന് യുക്രൈൻ കൈവശപ്പെടുത്തിയ ഓരോരോ ഭാഗങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോയാൽ ഏറെ വൈകാതെ യുക്രൈൻ തന്നെ തിരിച്ചു പിടിക്കാൻ റഷ്യക്ക് കഴിയുമെന്നും ലക്ഷക്കണക്കിന് സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഈ യുദ്ധത്തിൽ നിന്നും ഇങ്ങനെ പിന്മാറേണ്ടതില്ല എന്നുമാണ് ഏറ്റവും ഒടുവിൽ പുടിന് കിട്ടിയ വെളിപാട്. ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ 5 പ്രവിശ്യകൾ മാത്രമേ യുക്രൈനിൽ നിന്നും റഷ്യക്ക് കിട്ടൂ. വെടിനിർത്താതെ മുമ്പോട്ട് പോയാൽ യുക്രൈനെ പൂർണ്ണമായും കീഴടക്കി റഷ്യയുടെ ഭാഗമാക്കാം എന്നാണ് പുടിൻ കരുതുന്നത്. റഷ്യ അനുകൂലി എന്ന പേരുദോഷം കേൾപ്പിച്ചുകൊണ്ട് പരമ്പരാഗത സഖ്യകക്ഷികളോട് ഉടക്കുണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കാൻ രംഗത്തിറങ്ങിയ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയായി മാറി. ട്രംപ് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. യുക്രൈൻ സംബന്ധിച്ചിരിക്കുന്ന അമേരിക്ക മുമ്പോട്ട് വെച്ച സമാധാന കരാർ റഷ്യ അംഗീകരിച്ചേ മതിയാവൂ. 30 ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ച യുക്രൈന്റെ നല്ല മനസ്സിനെ റഷ്യ മനസ്സിലാക്കിയേ മതിയാവൂ. റഷ്യ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ ഒന്നാം തരം തിരിച്ചടി നൽകുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്.